നാടിന്റെ പെരുമയ്ക്കായി നാട്ടുകാരുടെ പെൺകരുത്ത്. നെടുങ്കാട് വാർഡിലെ LDF സ്ഥാനാർത്ഥി ടി അംബിക നാട്ടുകാരുടെ കവിതയാണ്. കവിതയെ അറിയാത്തവരായി നെടുങ്കാടിൽ ആരും തന്നെയില്ല. ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ നെടുങ്കാട് തന്നെ. നെടുങ്കാടിലെ ഓരോ വീടും വീട്ടുകാരും അംബികയ്ക്ക് അത്ര തന്നെ പരിചിതം. ഈ റൊസാരിയോ തെരുവ് ചുവപ്പിന്റെ തെരുവ് കൂടിയാണ്. പരമ്പരാഗത ഇടത് വാർഡ്. ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അംബികയും കൂട്ടരും. എല്ലാവരുടെ പ്രതികരണം മക്കൾ, എൻ്റെ മകൾ, എൻ്റെ സഹോദരി എന്ന ലെവലിൽ തന്നെയാണ് എല്ലാവരും എന്നെ കാണുന്നത്. പ്രത്യേകിച്ച് പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ സ്വന്തം വീട് പോലെ അവർ അകത്തോട്ട് വിളിച്ച് കയറ്റിയിരുത്തി, മക്കളെ നീ തന്നെ, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു വാക്കാണ്. അതുപോലെ ഞാനും തിരിച്ച് എൻ്റെ വാർഡിൽ ഞാൻ ജീവിച്ചു വളർന്നു വരുന്നതാണ്. ഞാനും അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അത് അവർക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് 110% LDF തന്നെ ഉറപ്പായിട്ടും വരും. വെറും 184 വോട്ടിനാണ് കഴിഞ്ഞ തവണ നെടുങ്കാട് ഇടതുപക്ഷത്തിന് നഷ്ടമായത്. അതും BJP UDF കൂട്ടുകെട്ടിന്റെ ഭാഗമായി. അല്ലാത്തപക്ഷം നെടുങ്കാടുകാര് ഇടതുപാളയത്തെ കൈവിട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ഇതര സ്ഥാനാർത്ഥിക്കെതിരെ 20ഓളം കേസുകളെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഇടതുപക്ഷം നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നു. നിയമത്തെ പോലെ നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇതുവരെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ഇത്തവണ ഉറപ്പായിട്ടും കഴിഞ്ഞ തവണത്തെ ഒരു കൂട്ടുകെട്ടെല്ലാം മറികടന്നുകൊണ്ടായിരിക്കും. അല്ല, ജനങ്ങൾക്ക് ഒരു വട്ടം ഒരു തെറ്റു പറ്റിയെന്ന് ഉറപ്പായിട്ടും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും ഈ പ്രാവശ്യം അത് മാറും. പക്ഷേ ഇത്തവണ ജനങ്ങൾക്ക് ആ തെറ്റുപറ്റില്ല എന്ന ഉറപ്പ് ഇവർക്കുണ്ട്. ഇതിനോടകം തന്നെ നെടുങ്കാടുകാര് മാറി ചിന്തിച്ചു കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ ഇടതുപക്ഷവും നെടുങ്കാട് വാർഡിലെ ഇടത് സ്ഥാനാർത്ഥിയൊക്കെ വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ്. ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ച് വളർന്ന് നാട്ടുകാരുടെ പ്രിയങ്കരിയായി മാറിയ അംബികയ്ക്ക് തന്നെ ഇത്തവണത്തെ ഈ പറയുന്നത് പോലെ ഈ ഒരു വാർഡ് തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിനാവട്ടെ, അല്ലെങ്കിൽ അതിന് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഈ ഇടതുപാളയത്തിനുണ്ട്. ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്.